പല വിദ്വാൻമാരായിട്ടുള്ള പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം എനിക്കറിയാവുന്നുള്ള ഒരാളുണ്ട്. പല ആശ്രമങ്ങളിൽ പോയിട്ട് പല വേദങ്ങൾ പഠിച്ചു. അതിൻ്റെ A to Z കാര്യങ്ങൾ പഠിച്ചിട്ടും അവസാനം അദ്ദേഹം പറയുന്നത് അതെല്ലാം ഐതിഹ്യങ്ങളാണ്. ഇതൊന്നും ലോജിക്കൽ മൈൻഡ് വെച്ച് ചിന്തിച്ചിട്ടാണ് പുള്ളി പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരം വേദങ്ങളും അപ്പം ഗുരുജിയെ നോക്കുവാണെങ്കിൽ ആത്മിക തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ഇപ്പം എൻ്റെ ഗുരു മനോജ് അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിലും സ്പിരിച്വലി നിൽക്കുന്ന ഒരാൾ. അപ്പോൾ അതുപോലെ നിന്ന ഒരു വ്യക്തി പിന്നീട് വന്ന് പറയുകയാണ് ഇതെല്ലാം ഐതിഹ്യങ്ങളാണ്, ഇതൊന്നും യാഥാർത്ഥ്യമല്ല, മനുഷ്യൻ ഉണ്ടാക്കി എഴുതി വെച്ച കഥകളാണ്. ഇതിനെല്ലാം കംപ്ലീറ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് മാറുന്നത്, അതായത് സ്പിരിച്വാലിറ്റി അറിഞ്ഞ് അതിന് നിന്ന് അനുഭവങ്ങളുള്ള ഒരു വ്യക്തി പിന്നീട് മാറി ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു സംഭവം അറിഞ്ഞു എന്ന് വെച്ചിട്ട് അത് അനുഭവപ്പെട്ടു എന്നുള്ള അർത്ഥമില്ല. റിയലൈസേഷൻ ഉണ്ടാവണം എങ്കിൽ മാത്രമേ അത് പിടികിട്ടുള്ളൂ. അതായത് ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും എന്നുള്ള അറിവ് നമ്മൾ വിശപ്പ് മാറ്റുമോ? ഇല്ല. അതൊരു അറിവ് മാത്രമാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, അതെല്ലാം നമ്മൾ ഇൻ്റലക്ച്വലി മാത്രമാണ് ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുപോയത്. അപ്പോൾ ഇതെല്ലാം സാങ്കല്പികമാണ് അല്ലെങ്കിൽ എഴുതപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ശരി, ആ ഒരു പോയിൻ്റ് അവിടെ നിൽക്കട്ടെ. പിന്നെ എന്താണ് ശരി എന്ന് പറയുന്നു, അതിലോട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവർ ശരിയെന്ന് പറയുന്നത് ഭൗതികതയായിരിക്കും, ഭൗതികമായിട്ടുള്ള നീഡ്സ് ആയിരിക്കും ശരിയെന്ന് പറയുന്നത്. അപ്പോഴെന്ത് പറ്റി, ഈ നമ്മളിപ്പം ഇവിടെ നിന്ന് തിരുവനന്തപുരത്തോട്ട് പോകും വിചാരിക്കുക. അപ്പോഴവിടെ ഒരു ബോർഡ് കാണുന്നു, തിരുവനന്തപുരത്തോട്ട് ഇനി 16 കിലോമീറ്റർ. അപ്പോൾ ആ ബോർഡ് കണ്ടെന്ന് പറഞ്ഞാൽ അത് തിരുവനന്തപുരം ആയോ? ഇല്ല. തിരുവനന്തപുരത്തെ പറ്റി ആ ബോർഡിൽ പറയുന്നു ഇങ്ങനെ ഇത്രയും സഞ്ചരിച്ചാൽ തിരുവനന്തപുരത്ത് എത്താമെന്നുള്ളതാണ്. അപ്പോൾ അതേപോലെയാണ് ഈ ഗ്രന്ഥത്തിലുള്ള അറിവുകൾ. അപ്പം ആ അറിവിൽ നിന്ന് കഴിഞ്ഞാലോ അവ അവിടെ നിൽക്കുന്നുള്ളൂ, തിരുവനന്തപുരത്തിൻ്റെ അനുഭവം വന്നില്ല, അവ സഞ്ചരിക്കണം. ആ സഞ്ചാരം നടക്കാത്തിടത്താണ് ഇതിൻ്റെ രുചി അറിയാതെ പോകുന്നത്. അതാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മളിപ്പം ഭൂമിയിലോട്ട് വന്നിട്ടുള്ള ഏത് മാസ്റ്റേഴ്സിനെ എടുത്ത് നോക്കിയാലും ഇവർ ഈ ലോകത്തിനോടാണ് സത്യം പറഞ്ഞത്. എത്ര പേർക്ക് രുചിച്ചു? എത്രയോ പേർക്ക് രുചിക്കാതെ വന്നു. അത് ഈ പറയുന്ന രുചിക്കാത്തതിൻ്റെ അർത്ഥം ഇവർ ഈ തുടർ യാത്ര നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇൻ്റലക്ച്വലി മാത്രം അവരത് റിസീവ് ചെയ്തത് കൊണ്ടാണ് ഇവർ പിന്നെ അതിനെ ഇവർക്ക് തന്നെ അത് ഭാരമാവും. ഈ കിട്ടിയ അറിവുകളെല്ലാം ഭാരമാകും. കാര്യം സ്വയം മാറാൻ തയ്യാറായില്ല. നീഡ്സും ഡിസൈഡ്സും എല്ലാം അവരിൽ അത് നിൽക്കുമ്പോൾ ഈ അറിവ് അവർക്ക് ഭാരമാണ്. അപ്പോഴെന്ത് പറ്റും? തൻ്റെ നീഡ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളിപ്പറയണം. അതായത് ഭൗതികമായിട്ടുള്ള നീഡ്സ് അവരുടെ ഉള്ളിൽ ഭൗതികതയിൽ നിൽക്കുകയാണ് അവരുടെ മനസ്സ്. അല്ലെങ്കിൽ ഇപ്പം വേദാന്തത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ, പ്രപഞ്ചം, അല്ലെങ്കിൽ ഇപ്പം ജീവൻ, ജഗത്ത്, ഈശ്വരൻ, ഇതൊരു വ്യക്തിയിൽ തോന്നുന്ന അവസ്ഥയാണ്. ഞാനുണ്ട്, പ്രപഞ്ചവും ഉണ്ട്. എന്നെയും പ്രപഞ്ചയും സൃഷ്ടിച്ചത് ആരാണ്? ഈശ്വരൻ. അപ്പോൾ ഈ 3 ഫാക്റ്റ് അവൻ്റെ ഉള്ളിൽ കിടന്നു. പക്ഷെ അവ 3ആണ്, ഒന്നായിട്ടില്ല. അത് ഞാൻ, പ്രപഞ്ചം, ഈശ്വരൻ, ഇത് 3ഉം മെർജ് ചെയ്ത് ഒന്നിലോട്ട് എത്തിക്കേണ്ട ഒരവസ്ഥ ഒരുത്തൻ്റെ സാധനാ ജീവിതത്തിലുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ജേണി. അവൻ്റെ ഉള്ളിൽ ഞാനെന്നുള്ളത് മാറണം. ഞാനുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്, ഞാനും പ്രപഞ്ചം ഉണ്ടെങ്കിൽ ഇത് സൃഷ്ടിച്ച സൃഷ്ടാവും ഉണ്ട്. ഇത് 3ഉം തിയറിയായിട്ടിരുന്നിട്ട് കാര്യമുണ്ടോ? എന്നെയും പ്രപഞ്ചത്തിനെയും സൃഷ്ടിച്ച ഈശ്വരനാണ്, ആ ഈശ്വരൻ ഞാനാണ് എന്ന് തിയറി പറഞ്ഞിട്ട് എന്താ കാര്യം? തത്വമസി ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? തിയറിറ്റിക്കലി മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? നേരെ പിന്നീട് ബിരിയാണി കാണുമ്പോൾ അതിലോട്ടങ്ങ് പോകും. ഈ തിയറി അവിടെ സെക്കൻഡറി ആവും, പ്രൈമറിയിൽ നിൽക്കില്ല. അത് അതാണ് റിയലൈസേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അതാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ പ്രത്യേകത. അതാണ് അനുഭൂതിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഒരു വ്യക്തിയിൽ വരില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ്സുകളെല്ലാം വരുന്നത്
നിലവിൽ 2 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അത് വേറെ ഇത് വേറെ എന്നുള്ള രീതിയിൽ അത് തെറ്റാണെന്നും ഇത് ശരിയാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്.